എല്ലാവർക്കും ഇത്തിരി കന്നി മൂവി റിവ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഖലീഫ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഖലീഫ എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബിലോ ആവറേജ് മൂവിയാണ്. ഇടയ്ക്ക് കുറച്ച് ഐ തന്ന് പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് ഒരു കയറ്റം കയറി പിന്നെയും താന്ന് പിന്നെയും കയറി അങ്ങനെ പോകുന്ന ഒരു മൂവിയാണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ഒരു എന്താ പറയുക, ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇവരൊക്കെ എന്താണ് ഇവരെ സംഭവം എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് പോയത്. 2 ഫൈറ്റ് ഉണ്ട്, അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനാണ് ഒരു കാരണം വേണ്ടേ? ഒരു കാരണം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഫൈറ്റ് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ അതിന് കാരണം ഇല്ലാത്തതുകൊണ്ട് മറ്റേ എന്താ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ഫൈറ്റും പിന്നെ കുറച്ച് എന്താ പറയുക നമ്മളെ കുറച്ച് സ്വർണ്ണം കടത്തുന്നതൊക്കെ കണ്ട് നമുക്കിങ്ങനെ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നല്ല രസമുണ്ട് എന്തുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയും. പിന്നെ അമരലിൻ്റെ ഉപ്പൂപ്പാനൊക്കെ പറയുന്നത്, ഉപ്പൂപ്പാനെ കുറച്ച് പേരൊക്കെ ഇടയ്ക്കൊക്കെ പറയുമ്പോൾ കുറച്ച് രോമാഞ്ചമൊക്കെ വരും. അത് നമ്മളെ ഇന്ദ്രൻസ് ഏട്ടൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് അവിടെയൊക്കെ നൈസായിട്ട് ഇങ്ങനെ പോയി ഇൻ്റർവെല്ലിനൊരു ചെറിയ ഐപ്പൊക്കെ തന്ന് നിർത്തി സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് പൊങ്ങുമെന്ന് വിചാരിച്ചു, പൊങ്ങുന്നില്ല. ഒരേ ലൈന് ആവറേജ് തന്നെ ഇങ്ങനെ അങ്ങ് പോയിട്ട് ലാസ്റ്റത്തെ ഒരു 6-10 മിനിറ്റ് ഒരു കയറ്റം കയറി. ആ കയറ്റം കൊണ്ടാണ് ഞാനിത് ബിലോ ആവറേജ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അതുപോലും പറയൂല. കാരണം അത് വല്ലാത്തൊരു സാധനം. ഇപ്പോൾ അവസാനത്തെ 10 മിനിറ്റ് എൻ്റെ മോൻ, ആ 10 മിനിറ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. കാരണം നിങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യും. നിങ്ങളൊരു ആ ക്യാമിൽ വരുന്നവരൊക്കെ ഫാനാണെങ്കിൽ. ഞാനതിൽ എന്താ പറയുക, എനിക്ക് ലാലേട്ടൻ ഇഷ്ടമാണ്. ലാലേട്ടൻ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ലാലേട്ടൻ എനിക്ക് ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ ക്യാമി ഞാൻ കണ്ടു കഴിഞ്ഞ്. പക്ഷെ വേറൊരു മുതൽ വരും അത് കഴിഞ്ഞിട്ട്. ഞാൻ മൂപ്പര ഫാനാണ്. സംഭവം മൂപ്പര എല്ലാ പടത്തിലും ഓരോ ലുക്കൊക്കെ പിടിച്ചു തരും. ഈ പടത്തിൽ ഏത് ലുക്കൊക്കെ പിടിച്ച് വരികയാണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വല്ലാത്തൊരു ലുക്കൊക്കെ വെച്ചാൽ വന്നേ. അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഒരു നടത്തൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, ഇത് കണ്ടപ്പോൾ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു പടം ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു പോയി. അങ്ങനെ ഒന്ന് വന്നാൽ മതിയായിരുന്നു. കാരണം അജാതി സാധനം, അജാതി സ്ലാഗ്. ഈ മൂപ്പരെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് ഇതിനു മുമ്പ് നമ്മളെ രാജുവേട്ടനെ കൊണ്ടുവന്ന ഒരു പടത്തിലിട്ട് ട്രോളാക്കിയതാണ്. അപ്പോൾ രാജുവേട്ടൻ പകരം വീട്ടാൻ മൂപ്പരയിൽ കൊണ്ടുവന്ന ഒരു ട്രോളാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അല്ല, മൂപ്പർക്ക് ചെറിയൊരു റോളുള്ളെങ്കിലും അത് അടിപൊളി സാധനമാണ് കൊടുത്തേക്കുന്നത്. അടിപൊളി ലുക്കും സ്ലാഗും ഒരു രക്ഷയില്ല. ഞാൻ മൂപ്പരെ ഫാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സീൻസ് കൊണ്ടും ഇഷ്ടപ്പെട്ടു. ആ സീൻ കൊണ്ട് ഈ പടം ഇവിടെ എത്തുമെന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ എവിടെ എത്തൂല. ആ സീൻ കൊണ്ട് ഈ പടം ഇവിടെ എത്തി. പല മിസ്റ്റേക്ക് ഉണ്ട്, പല ആൾക്കാരെന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കണോ, എന്താ പറയുക, ഈ മൂപ്പർ അങ്ങനെയാണല്ലോ ചെയ്തത്, ഈ മൂപ്പരെയാണ് ഇതിനു മുമ്പ് ഏതോ സീനിൽ കണ്ടിട്ടുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ല നമുക്ക് ഇയാളെ ഇതിനു മുമ്പ് കണ്ടത് ഇതിലൊരു പ്രധാന വേഷം ചെയ്ത് എന്നൊന്നും തോന്നില്ല ചിലവരൊക്കെ കാണുമ്പോൾ. പിന്നെ എന്തൊക്കെയൊക്കെയോ കുറേ മൂവി നമ്മൾ എന്താ പറയുക ഇതേപോലത്തെ എന്താ പറയുക ആക്ഷൻ ഇങ്ങനത്തെ മൂവീസൊക്കെ അല്ലേ, അതേപോലെ നമ്മൾ പറഞ്ഞ കുറേ മൂവീസിൽ കുറേ സീൻസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവാതെ തോന്നിയത് ഈ കാർ ചേസ് ഒക്കെ ഇല്ലേ, അതെനിക്ക് ഒട്ടും വർക്കൗട്ടായി തോന്നിയില്ല. കാരണം മരുഭൂമിയിൽ കൂടെ ഉണ്ട്, റോട്ടിൽ കൂടെ ഒക്കെ ഉണ്ട്. എനിക്കതൊന്നും ഒട്ടും തോന്നിയിട്ടില്ല. എന്തോ പോലെ അതാണ് ഈ സിനിമയിൽ ലാഗാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രസമില്ല. സത്യം പറയുന്നത് വൈശാഖ് സാറിൻ്റെ കഴിഞ്ഞ മൂവിയില്ലേ, ഏതായിരുന്നു നമ്മളെ എന്താ പറയുക ടെർബോ, അതിലൊരു സീനുണ്ട്, എന്താ പറയുക നമ്മളെ ഒരു കാർ സൈസിന് സീനുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഞാൻ ത്രില്ലടിച്ച് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇതിൽ അതേപോലത്തെ സീൻസ് ഒന്നും വലിയ ഗുണമില്ല, ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മേക്കിംഗ് ഒന്നും ഒരു രസമില്ല. വൈശാഖ് സാറിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. നല്ലൊരു കഥ കിട്ടി, കുറച്ചും കൂടെ നല്ലൊരു കഥ കിട്ടിയാൽ മൂപ്പർ വേറെ ലെവലാക്കി ചെയ്യും, ഉറപ്പാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് മലയാളത്തിൽ ഇപ്പോൾ ഒരു 5-6 നടന്മാരെടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന് ഡയറക്ടറാക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞാൽ അത് വൈശാഖ് സാറാന്ന് പറയും. കാരണം മൂപ്പർ അടിപൊളിയായിട്ട് ഇതിൽ വന്ന ഇതിൽ വന്ന ഹീറോസിനൊക്കെ അടിപൊളിയായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുക്കേണ്ട പോലെ തന്നെ റോളും കൊടുത്തിട്ടുണ്ട്. മൂപ്പരെ കൊണ്ട് എന്താ പറയുക, നമ്മളിപ്പോൾ പറയും ഈ പാട്രിയോട്ടൊക്കെ അല്ലേ, പാട്രിയോട്ടിൻ്റെ കഥയല്ല, പക്ഷെ പാട്രിയോട്ടിൽ അതേപോലെയുള്ള താരനിരനെ കൊടുത്താൽ മൂപ്പർ അത് അടിപൊളിയായിട്ട് ചെയ്യും. അവരുടെ റോളൊക്കെ അടിപൊളിയായിരിക്കും. കഥ പോകാനെങ്കിൽ അവരെ കാണാൻ നല്ല രസമായിട്ടൊക്കെ ചെയ്യും. കാരണം മൂപ്പരെ കൊണ്ട് അതേ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ 2 കാര്യമാണ്. ഒന്ന് കുറച്ച് ഡ്യൂറേഷൻ കൂടി, അത്രയും വേണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത്
എന്താ പറയുക സെൻറ്റിമെൻറ്റ്സ് ഇതിൽ ഒരു സെൻറ്റിമെൻറ്റ്സും വർക്കൗട്ട് ആവുന്നില്ല. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മളെ ഗൂർഖകളോ അവരൊക്കെ ഒരു ഫൈറ്റ് പോലത്തെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് അവിടുത്തെ സെൻറ്റിമെൻറ്റ്സ് മാത്രം വർക്കൗട്ടായി. അതേപോലെ ബാക്കിയുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും വർക്കൗട്ടായില്ല. അതും കൂടെ വർക്കൗട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലേ എന്ന് വെച്ചാൽ അതൊന്നും വർക്കൗട്ടായില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കുറച്ച് സ്റ്റൈലും അടിയും അതൊക്കെ കഴിഞ്ഞ് രാജുവേട്ടൻ്റെ കുറച്ച് സ്റ്റൈലും അടിയും പിന്നെ കുറച്ച് മാസ് ഡയലോഗ്സും എല്ലാം കേട്ട് പിന്നെ നമ്മളെ ഇന്ദ്രൻസ് ഏട്ടൻ്റെയും കുറച്ച് നല്ല ഡയലോഗ് കേട്ട് പിന്നെ അവസാനം ഒരു നല്ല ഐയിലൊക്കെ കൊണ്ടുപോയി നിർത്തി ഒരു ബിലോ ആവറേജിൽ നിന്നൊരു മൂവി ഖലീഫ.